ശ്രീ ജയദേവൻ, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഷിരൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇന്ന് 3 മണി വരെ നടന്നത് യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനമല്ല എന്നാണ് കേരളത്തിൽ നിന്ന് പോയ രഞ്ജിത്ത് ഇസ്രയേൽ പറഞ്ഞത്. താങ്കൾ ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ്? നമസ്കാരം. ഞാൻ തീർച്ചയായിട്ടും രാവിലെ മുതൽ ഈ ഈ റിപ്പോർട്ടർ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നമ്മുടെ കേരളത്തിലെ ഒരു രക്ഷാപ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഈ ആവശ്യമായ എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഒരു നേതൃത്വ പാടവം അതിന്റെ കുറവ് അവിടെ കാണുന്നുണ്ട്. കാരണം ഈ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചേരാനുള്ള നല്ല ഒരു സാഹചര്യം, കാരണം ഒരു റോഡിന്റെ പ്ലാറ്റ്ഫോം നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് വിഭിന്നമായിട്ട്. അപ്പോൾ നമുക്ക് ഏത് വിധേനയാണെങ്കിലും നമ്മളൊരു ട്രയാങ്കിൾ മെത്തേഡിൽ നമുക്ക് എങ്ങോട്ട് എത്തിയില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ വൈകുന്നേര സമയത്ത് കണ്ടത് റഡാർ സൗകര്യം വെച്ച് വാഹനം അല്ലെങ്കിൽ ഒരു മെറ്റൽ പാർട്സ് കണ്ടെത്തിയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഇനിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകാത്ത രീതിയിൽ നമുക്കൊരു ട്രയാങ്കിൾ മെത്തേഡിൽ സമാന്തരമായിട്ട് മുന്നോട്ട് കൂടി പോകണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇനിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകാതെയും ഇപ്പോൾ എടുക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു അതിശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ ഈ സാഹചര്യങ്ങളെല്ലാം മാറി. കാരണം അത് ആ ഒരു പോണ്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കുഴിയിലേക്ക് വീണ്ടും വെള്ളം വന്ന് കയറിയിട്ട് എല്ലാം അമ്പേ പരാജയപ്പെടാനുള്ള ഒരു സാധ്യതയാണ്. മഴയാണ്, ഇടയ്ക്ക് നേരിയ മഴയാണ്. മഴയുണ്ട് അവിടെ തുടരെ. തീർച്ചയായിട്ടും നമുക്ക് വരും ദിവസങ്ങളിലും മഴ ഉണ്ടാകാനുള്ള സാധ്യത അതാണ്. അതിന്റെ ഒരു കോർഡിനേഷന്റെ കുറവുണ്ടോ എന്നൊരു സംശയം രാവിലെ മുതലേ എനിക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് എന്നാൽ കഴിയാവുന്ന അധികാരികളെയൊക്കെ വിളിച്ചറിയിക്കുകയും ചെയ്തതാണ്. ഏതെങ്കിലും രീതിയിൽ ഈ മെസ്സേജ് അങ്ങോട്ട് എത്തട്ടെ എന്ന് കരുതിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ എന്നിലേക്ക് ഇത് വന്നേക്കുന്നത്. തീർച്ചയായിട്ടും സമാന്തരമായിട്ടൊരു മണ്ണുമാറ്റൽ പ്രക്രിയ നടക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഈ വാഹനത്തിനടുത്തേക്ക് മറ്റൊരു ദുരന്തം ഇതിന്റെ ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് വാഹനത്തെ എത്തിച്ചേരുകയും ഈ അർജുനെ രക്ഷിക്കുകയും കൂട്ടത്തിൽ രക്ഷാപ്രവർത്തനം എന്നുള്ള ഈ സമീപത്ത് മറ്റെന്തൊക്കെ ജീവൻ ഉണ്ടോ അവരെയൊക്കെ നമുക്ക് രക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് ഈ മെത്തേഡായിരിക്കും ഒരു പരിധിവരെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. Debate with Smriti Parithikad.